വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ലൈനിലായിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഒരുമിച്ച് ദൈവവചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തിലൂടെ നമ്മുടെ ഹൃദ്യമായി ഇടപെടട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാം ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും ദൈവത്തിന്റെ പരമാധികാരം എന്ന വിഷയമാണ് ധ്യാനിച്ചു വരുന്നത്. ആ ചിന്ത പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചിന്തയാണ്. കാരണം അത് തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യമാണ് ദൈവം പരമാധികാരിയാണ് എന്നത്. ആ ചിന്ത നാം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വിശ്വാസത്തിനത് സ്ഥിരതയിലേക്ക് നമ്മെ നയിക്കും. കാരണം ദൈവം ആണെന്നുള്ള ചിന്ത ഈ ക്രിസ്തീയ ജീവിത യാത്രയിൽ, പ്രത്യേകിച്ചും ഈ വിശുദ്ധീകരണത്തിന്റെ യാത്രയിൽ നമ്മെ ഒരുപാട് സ്ഥിരമായി വിശ്വാസത്തിൽ നിലനിർത്തുന്ന ഒരു ചിന്തയാണ്. കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വന്നപ്പോ കർത്താവ് പറയുകയുണ്ടായി, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അത് ചെയ്യുന്നവനൊക്കെയും ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് തുല്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, ഒരു ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, അലകൾ പൊങ്ങി, ആ വീട്ടിന്മേൽ അത് അടിച്ചു, പാറമേൽ അത് അടിസ്ഥാനം ഉണ്ടായിരുന്നത് കൊണ്ട് അത് വീണില്ല. അപ്പോൾ നാം കേൾക്കുന്ന വചനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവിക പരിജ്ഞാനം അത് നമ്മെ നമ്മുടെ ജീവിതയാത്രയിൽ സ്ഥിരതയോടെ നിർത്തുവാൻ ഉതകുന്ന ചിന്തകളാണ്. അത് ജസ്റ്റ് ഒരു ബുദ്ധിപരമായ ചിന്തയല്ല, വചനത്തിലെ വെളിപ്പാടായതുകൊണ്ട് അത് നമ്മൾ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ദൈവത്തെക്കുറിച്ചുള്ള അപര്യാപ്തമായ ചിന്തകൾ അല്ലെങ്കിൽ പരിജ്ഞാനം അല്ലെങ്കിൽ അറിവ് അത് ആത്മീക ജീവിതത്തിന് വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതാണ്. ദൈവത്തെക്കുറിച്ചുള്ള അപര്യാപ്തമായ ചിന്തകൾ, എല്ലാറ്റിനും മുകളിൽ ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു ഭാഗ്യകരമായ അവസ്ഥയാണ്. ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, ദ മോർ വി നോ ഗാഡ് ദ മോർ ജെനുവിൻ അവർ വർഷിപ്പ് വിൽ ബി. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ പരിജ്ഞാനം എത്രയും വർദ്ധിക്കുന്നു, അത് നമ്മെ അവിടുത്തെ സന്നിധിയിൽ കൂടുതൽ ആരാധനയുള്ളവരാക്കി മാറ്റും. കാരണം ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത അധികം വർദ്ധിക്കുന്നതിലൂടെ നമ്മെക്കുറിച്ചും കാണുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നാമും ദൈവം തമ്മിലുള്ള അന്തരമാണ് ആരാധനയുടെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. നാം ഒരുവനെ കാണുമ്പോൾ, നമ്മെപ്പോലെയുള്ളവനെ കാണുമ്പോൾ ആരാധനയോട് നാം നോക്കില്ല. നമ്മേക്കാൾ ഉയർന്ന ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ വരുമ്പോൾ തന്നെ നമുക്ക് അവനോട് ബഹുമാനമുണ്ട്. എന്നാൽ നമ്മെ പോലെയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് അവനോട് ബഹുമാനവും സ്നേഹവും ഉണ്ടെങ്കിലും ആരാധനയോടുള്ള നോട്ടമില്ല. ഇത് നാം ചിന്തിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ്. അപ്പൊ ദൈവം ആരാണെന്നുള്ള യഥാർത്ഥമായ പരിജ്ഞാനം ദൈവജനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ പരിജ്ഞാനം നമ്മിൽ വർദ്ധിക്കുമ്പോൾ അത് എത്തിച്ചേരുന്നത് ആരാധനയിലാണ്. more we know God closely, the more genuine our worship will be. അപ്പോ ആ തരത്തിലുള്ള ഒരു പരിജ്ഞാനം നമുക്ക് ദൈവജനത്തിൽ നിന്ന് ലഭിക്കുവാൻ ഈ പഠനം നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. നമുക്കറിയാം, ദൈവത്തിന്റെ കാഴ്ച രൂപത്തിലുള്ള വെളിപ്പാടാണ് കർത്താവ്. ദൈവത്തിന്റെ ലിഖിത രൂപത്തിലുള്ള വെളിപ്പാടാണ് തിരുവെഴുത്ത്. ദൈവത്തിന്റെ വിസിബിൾ കാഴ്ചയിലുള്ള വെളിപ്പാടാണ് കർത്താവ്. ദൈവത്തെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വെളിപ്പാട് മനുഷ്യൻ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വിധം ദൈവം വെളിപ്പെടുത്തിയതാണ് കർത്താവ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ വെളിപ്പാടാണ് തിരുവെഴുത്ത്. ഇത് രണ്ടും നമുക്ക് നൽകുന്നതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ലഭിക്കണമെന്ന്. അപ്പോ ഇത് ഒരു പുസ്തകം പോലെ നമ്മൾ വായിച്ചാൽ നമുക്ക് ജ്ഞാനം ഒരുപക്ഷെ വർദ്ധിക്കുമായിരിക്കും, പക്ഷെ അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല. ഈ പുസ്തകം പല ആവർത്തി വായിച്ച ഒരാളായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പല ആവർത്തി വായിച്ചു. നമ്മളിൽ പലരും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വായിച്ചിട്ടുണ്ടാകാം, ചിലർ ഒന്നുപോലും വായിച്ചിട്ടുണ്ടാവില്ല.
എന്നാൽ പല ആവർത്തി വായിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹം രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നില്ല. അപ്പൊ വായിച്ചത് കൊണ്ട് കാര്യമില്ല എന്നുള്ളത് നമുക്കപ്പം മാത്രമല്ല, നിരീശ്വരവാദികളാണ് ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്നത്. ഈ ദൈവതിരുവെഴുത്ത് വായിക്കുന്നത് നിരീശ്വരവാദികളാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ വെളിപ്പാട് ലഭിക്കാത്തത്? നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവുള്ളൂ, ഒരു പ്രാവശ്യം പോലും വായിച്ചിട്ടുണ്ടാവില്ല. വായിക്കണം ഒരു പ്രാവശ്യമെങ്കിലും. പക്ഷെ എന്നിട്ടും ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ലഭിച്ചു. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ആഴ്ചതോറും ഈ തിരുവഴുത്തിലൂടെയുള്ള ദൈവിക പരിജ്ഞാനം നമുക്ക് ദൈവം കരുണ ചെയ്ത് ഈ കാലത്ത് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നൽകുന്നുണ്ട്. നമുക്ക് ഇന്നിപ്പോ നേരിട്ട് പോയി ദൈവവചനം കേൾക്കുവാൻ നാം സമയമെടുക്കാതെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ദൈവം തന്നെ ഒരുക്കിയത്. ഇനിയിപ്പോ ഈ ഫ്രീഡം എന്ന് വരെ ഉണ്ടോന്ന് നമുക്കറിയില്ല. ഇത് തുടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ എങ്കിലും ഓരോ ദിവസവും ദൈവവചനത്തിന്റെ വെളിപ്പാടുകളിലൂടെ നമുക്ക് ലഭിക്കേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ്. അത് നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ നാം പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മെ നിലനിർത്തുന്ന ചിന്തകളായിരിക്കും. ഇവിടെയാണ് നാം മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ വെളിപ്പാടായ തിരുവെഴുത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവം തന്നെ കുറിച്ചാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പലപ്പോഴും പക്ഷെങ്കില് നാം ചില ഡിസ്ട്രാക്ഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ചിലർ ഈ ചില സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ് ചില കാര്യങ്ങളിലേക്ക് പോകുന്നത്. ചിലര് ദാനിയേൽ പ്രവാചകൻ മാത്രം, അല്ലെങ്കിൽ ചിലപ്പോൾ വെളിപ്പാട് മാത്രം, അല്ലെങ്കിൽ ചില മേഖലകൾ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്നതിന്റെ കാര്യം ഡിസ്ട്രാക്ഷൻസ് ആണ്. ഇത് മുഴുവനും കൂടെ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ ദൈവിക വെളിപ്പാട് നമുക്ക് പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ. അപ്പൊ തിരുവഴുത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ ദൈവത്തെക്കുറിച്ചൊരു പരിജ്ഞാനം, ഈ പരിജ്ഞാനത്തിലുള്ള ഐക്യതയാണ് ദൈവസഭകൾക്ക് ഉണ്ടാകേണ്ടത്, സഭയ്ക്കകത്ത് തന്നെ ഉണ്ടാകേണ്ടത്. ഈ പരിജ്ഞാനത്തിലുള്ള ഐക്യത ദൈവസഭയിൽ ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ ഭിന്നിപ്പിന് കാരണമാവും. പലപ്പോഴും നമ്മൾ ലൂസായി ഉപയോഗിക്കുന്ന പല വാക്കുകളിൽ ഒന്നാണ് യൂണിറ്റി എന്നുള്ള വാക്ക്, ഐക്യത. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഐക്യമായിട്ടുള്ള നിലകളിൽ ദൈവസഭ മുന്നോട്ട് പോകണമെങ്കിൽ ഐക്യതയ്ക്ക് ആധാരമായിരിക്കുന്നത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ ഐക്യതയാണ്. പലപ്പോഴും നമ്മൾ യൂണിറ്റി എന്നും യൂണിഫോമിറ്റി എന്നും പറയുന്നത് തമ്മിൽ വേർതിരിച്ച് കാണുമെന്ന് നമുക്കറിയില്ല. യൂണിറ്റി എന്ന് പറയുന്നത് യൂണിഫോമിറ്റി അല്ല. നമ്മളെല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നു, നമ്മളെല്ലാവരും ഒരുപോലെ വസ്ത്രം എടുക്കുന്നു, നമ്മളെല്ലാം ഒരുപോലെ ഒരുങ്ങുന്നു, നമ്മളെല്ലാം ഒരുപോലെ. ആ യൂണിഫോമിറ്റി ഒരിക്കലും വരില്ല. നാം എല്ലാവരും വ്യത്യസ്തരാണ്. പക്ഷെ നമ്മെ കൂട്ടി യോജിപ്പിക്കുന്ന ചില മേഖലകളുണ്ട്, നമ്മളെ കൂട്ടി യോജിപ്പിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ദൈവജനത്തിന്റെ ഉപദേശം. ഉപദേശമാണ് നമ്മെ ഒന്നിപ്പിക്കുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല, ദൈവവചനത്തിൽ പറയുന്ന കാര്യം. അതായത് എഫേസ്യർ 4 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്കിൽ വായിക്കുമ്പോൾ, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അവിടെ ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഐക്യത ആത്മാവിന്റെ ഐക്യതയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ് ഇൻ ദ ബോണ്ട് ഓഫ് പീസ്. അപ്പൊ ബാഹ്യമായിട്ടൊരു ഐക്യതല്ല, നമുക്ക് ആത്മാവിലാണ് ഐക്യതയുണ്ട്. 2, ഇനിയുമാണ് ഐക്യതയുടെ ഘടകങ്ങൾ പറയും. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവത്തിനോട് ചോദിക്കുക, നിങ്ങളുടെ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി അവർക്ക് പറയാൻ കഴിയും, സാധിക്കണം. റോമാലേഖനത്തിൽ 8 പറഞ്ഞിരിക്കുന്നത് പോലെ സകല സൃഷ്ടിയും ഇന്ന് ഒരുപോലെ ഞരങ്ങുന്നു. എന്താന്ന് ചോദിച്ചാൽ ആത്മാവ് എന്ന ആദ്യദാനം പ്രാപിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ ശരീരത്തിന് ഒരു വീണ്ടെടുപ്പുണ്ട്, നമ്മുടെ രക്ഷയുടെ ഒരു പൂർത്തീകരണമുണ്ട്. നാം ക്രിസ്തുവിനെ പോലെ ആകുവാൻ തക്കണം വിളിച്ചിരിക്കുന്നവരാണ്. ഞാൻ ഒരിക്കൽ ക്രിസ്തുവിനെ പോലെ ആകും. ഇതാണ് നമ്മുടെ പ്രത്യാശ. വിളിച്ചപ്പോൾ നമ്മെ വിളിച്ചിരിക്കുന്നത് ഏക പ്രത്യാശയ്ക്കായി വിളിച്ചിരിക്കും. അവിടെ ഒരു യൂണിറ്റി ഉണ്ട്. 2, നിങ്ങളെ വിളിച്ചപ്പോൾ
ശരീരം ഒന്ന്. നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളാണ്. നമ്മിൽ പകർന്നിരിക്കുന്ന ആത്മാവ് ഒന്ന്. നമ്മുടെ മുകളിൽ വാഴുന്ന കർത്താവ് ഒന്ന്. നമ്മുടെ വിശ്വാസം ഒന്ന്. ആ വിശ്വാസം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയത്തിന്റെ കാര്യമല്ല, നമ്മുടെ വിശ്വാസ പ്രമാണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയുള്ള ഓരോ പ്രിയപ്പെട്ടവരും വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം ഒന്നാണെങ്കിൽ മാത്രമേ ഐക്യത ദൈവസഭയ്ക്കകത്ത് ഉണ്ടാകുള്ളൂ. സ്നാനമൊന്ന്. ഒരാൾ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക്കുന്നു, ഒരാള് പിതാവിന്റെ നാമത്തിൽ സ്നാനം എടുക്കുന്നു. അങ്ങനെയല്ല, നാം എല്ലാവരും പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റവരാണ്. സ്നാനമൊന്ന്. രണ്ട്, അടുത്തത് എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരും ഇരിക്കുന്നവനും എല്ലാവരുടെ ദൈവവും പിതാവുമായവനൊന്ന്. കണ്ടോ, ഐക്യതയുടെ ഘടകങ്ങളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുമ്പോ ഈ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി താഴോട്ട് വരുമ്പോ സഭയ്ക്ക് ദൈവം ദാനമായി കൊടുത്തിരിക്കുന്ന 5 വിധത്തിലുള്ള ശുശ്രൂഷകളുടെ പർപ്പസും ഇത് തന്നെയാണ്. അവർ പറയുന്നത് ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരെയും ചിലരെ സുവിശേഷകന്മാരെയും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടകന്മാരെയും നിയമിച്ചിരിക്കുന്നു. ഇനി അതിന്റെ പർപ്പസ് നാം എല്ലാവരും കണ്ടോ വിശ്വാസത്തിലുള്ള ഐക്യത ഉണ്ടാകണം. അതായത് നാം എന്താ വിശ്വസിക്കുന്നുള്ള ഐക്യത. ഇവിടെ ഇരിക്കുന്ന 35 പേരുണ്ടെങ്കിൽ 35 പേരോടും ചോദിച്ചാൽ ഒരേ കാര്യമായിരിക്കും പറയും, വിശ്വാസമുള്ള ഐക്യത. പിന്നെ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഓരോരുത്തർക്കും ഒരേ നിലയിലായിരിക്കും. തികഞ്ഞ പുരുഷത്വം. അതെന്താ തികഞ്ഞ പുരുഷത്വം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള ആ വളർച്ചയാണ്, ക്രിസ്തുവിലേക്കുള്ള വളർച്ചയാണ്. ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിലുള്ള ശുശ്രൂഷ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിനും കാരണമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഐക്യത ഉണ്ടാകണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത നമുക്കുണ്ടാകും. അതിനുവേണ്ടിയാണ് ഈ തരത്തിലുള്ള ഈ നിലകളിലുള്ള ദൈവവചന പഠനം നമ്മെ സഹായിക്കുന്നത്. അപ്പോൾ ആത്മാവിന്റെ ഐക്യത നമ്മിൽ ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം അവിടുന്ന് പരമാധികാരിയായ ദൈവമാണ്, അവിടുന്ന് സർവശക്തനായ ദൈവമാണ്, അവിടുന്ന് വാഴുന്നവനായ ദൈവമാണ്. അവിടുത്തെ ഭരണം, അവിടുത്തെ വാഴ്വ് ജീവനുള്ള വസ്തുക്കളുടെ മേലും നിർജീവമായ വസ്തുക്കളുടെ മേലും ഉണ്ട് എന്നുള്ളത് നാം കണ്ടു. മൃഗങ്ങളുടെ മേലുണ്ട് എന്നുള്ളത് നാം കണ്ടു. മനുഷ്യ മക്കളുടെ മേലുണ്ടെന്ന് നാം കണ്ടു. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനിച്ചു വരുന്നത് ദൂതന്മാരുടെ മേലും അവിടുന്ന് പരമാധികാരിയാണ്. ദൂതന്മാരെന്ന് പറയുമ്പോൾ ബോത്ത് ഗുഡ് ആൻഡ് ബാഡ് ഏഞ്ചൽസ്. ഈവിളായിട്ടുള്ള ദൂതന്മാരുണ്ട്, ദൈവത്തിന്റെ സേവകരായ ദൂതന്മാരുമുണ്ട്. ഈ 2 ഗ്രൂപ്പിന്റെ മേലും നാം സേവിക്കുന്ന ദൈവമാണ് വാഴുന്നത്. അപ്പൊ നോക്കിയേ, ഇന്ന് ഈ രാവിലെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചതാണ്, രാജാക്കന്മാരെ ആക്കുന്നവൻ വാഴിക്കുന്നവൻ ദൈവം അല്ലെ. രാജാക്കന്മാരെ വാഴിക്കുന്നവൻ ദൈവമാണ്. ഈ നമ്മള് ഗവൺമെന്റിന്റെ കീഴിലാണ് നമ്മൾ ആയിരിക്കുന്നത്. പക്ഷെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള പോളിസികളൊക്കെ എടുക്കുന്നവരുണ്ടാവും. പക്ഷെ ഇതിന്റെ മുകളിൽ വാഴുന്ന ഒരാൾ, ഇപ്പൊ ഭൂമിയിൽ ഏറ്റവും വലിയ അതോറിറ്റിയാണെന്ന് പറഞ്ഞ ഗവൺമെന്റിനെ വാഴിക്കുന്ന ദൈവമാണ്. ഈ ഭൂചരത്തിന് വെളിയിലുള്ള കാര്യങ്ങളെ ദൈവം നിയന്ത്രിക്കുന്നത് ദൈവമാണ്. ഇനി ദൈവം തന്നെ സൃഷ്ടിച്ച ദൂതന്മാരുടെ മേലും ദൈവം തന്നെയാണ് വാഴുന്നത്. എന്താണ്, ആരാണ് ഈ ദൂതന്മാർ? അവർ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ദേ ആർ ക്രിയേറ്റഡ് ബീയിങ്. മാത്രമല്ല, ഏഞ്ചൽസിനെ കുറിച്ച് പറയുമ്പോൾ ദേ ആർ പവർഫുൾ. അവർ ശക്തന്മാരാണ്. അടുത്തത്, ദൈവം അവരെ തന്റെ സേവകന്മാരായി, സെർവൻസായി ഉപയോഗിക്കുക, മെസ്സഞ്ചേഴ്സായി ഉപയോഗിക്കുക. അവര് സേവകാത്മാക്കളാണ്. എന്ന് പറഞ്ഞാൽ അയക്കപ്പെടുന്നവരാണ്. ആരാണ് അയച്ചത്? അയച്ചത് ദൈവമാണ് അയക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ അനേക ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ദാനിയേൽ പ്രവാചകൻ ഉപവാസത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഉപവാസം? തന്റെ ജനത്തിന്റെ ഭാവി എന്താണ് എന്നുള്ളതാണ് തന്റെ കൺസേൺ. ഉപവാസത്തോടെ ഇരുന്നപ്പോൾ ആദ്യ ദിവസം തന്നെ ദൈവം മറുപടി അയച്ചു.
ഒരു ദൂതന്റെ വഴിയാണ് അയച്ചത്. രണ്ടാമതൊരു ദൂതനെ അയച്ചു. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ദൂതന്മാർ ദൈവത്തിന്റെ മെസ്സഞ്ചേഴ്സ് ആണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൂതന്മാരെ ആരാധിക്കുന്നവരുണ്ട്. പക്ഷെങ്കിൽ അത് വചനപ്രകാരം തെറ്റാണ്. ദൂതന്മാർ ഡീറ്റീസ് അല്ല, ചെറിയ ദൈവങ്ങളല്ല. ദേ ആർ ഗാഡ്സ് മെസ്സഞ്ചേഴ്സ് ഓൺലി. അവർ മനുഷ്യരെക്കാൾ ഒരുപടി ഉയർന്നവരാണ്. എന്നാൽ മനുഷ്യരും ദൂതന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്ന്, ദൂതന്മാർ ബേസിക്കലി അവർ ആത്മജീവികളാണ്. അവർക്ക് ശരീരമില്ല. പക്ഷെ വേണ്ടുമ്പോൾ ദൈവത്തിന്റെ ആലോചന പോലെ ശരീര രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ ദൈവം അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. ഗിദെയോന്റെ മുമ്പിൽ ഒരു ദൂതൻ വന്നു. ലോത്തിന്റെ അടുത്ത് രണ്ട് ദൂതന്മാരും. ഇവരൊക്കെ ശരീരത്തോടാണ് വന്നത്. ഇതുപോലെ പല പ്രത്യക്ഷതകളും ഉണ്ടായ സമയങ്ങളിലൊക്കെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള അനുവാദം ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ ബേസിക്കലി ആത്മജീവികളാണ്. ദേ ആർ സ്പിരിച്വൽ ബീയിങ്സ്. അവർക്ക് ശരീരമില്ല, പക്ഷെങ്കിൽ അവർക്ക് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാം. അവർ ഹെവൻലി, അതായത് സ്വർഗസ്ഥലങ്ങളിലാണ്. യെശയ്യാപ്രവചനം 6:3 വെളിപ്പാട് ദിവസം 4:8 ദേ ആർ മെസ്സഞ്ചേഴ്സ്. മാത്രമല്ല ദാനിയേൽ 10 അതുപോലെ തന്നെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിലും ദേ ആർ വാറിയേഴ്സ്. അവർ യുദ്ധവീരന്മാരാണ്. ഇതെല്ലാം ദൈവത്തിന്റെ കൺട്രോൾ ഉള്ളവരാണ്. അവർ ഹെവൻലി റെലം, അവര് സ്വർഗസ്ഥലങ്ങളിലാണ്. അവർ ആത്മജീവികളാണ്. അവർ ദൈവത്തിന്റെ യുദ്ധവീരന്മാരാണ്. മാത്രമല്ല സേവകാത്മകളാണ്. ബട്ട് ദേ ആർ ഓൾസോ മിനിസ്ട്രിങ് സ്പിരിറ്റ്സ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കർത്താവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിച്ചാൽ അവിടെ നമുക്ക് കാണാം, പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് അവനെ എന്ത് ശുശ്രൂഷയാ അവിടെ ചെയ്ത്? എന്താണ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ? ഒന്ന്, കർത്താവ് ആയിരുന്നത് 40 ദിവസത്തെ ഉപവാസമാണ്. അതിനുശേഷമാണ് ആ 40 ദിവസവും പിശാച് പരീക്ഷിക്കുകയാണ്. ഈ 40 ദിവസത്തിന്റെ കൾമിനേഷനാണ് ഈ പ്രധാനപ്പെട്ട 3 പരീക്ഷകൾ. അതും മനുഷ്യവർഗത്തിന് വേണ്ടി താൻ ഈൽഡ് ചെയ്യുക. തന്റെ ആ പരീക്ഷ ഉള്ളിൽ നിന്ന് വന്ന പരീക്ഷയല്ല, ബാഹ്യമായി പിശാച് കർത്താവിന്റെ അകത്തേക്ക് ചെലുത്താൻ ശ്രമിക്കുകയാണ്. കാരണം ഉള്ളിൽ നിന്ന് പരീക്ഷ വരാൻ താൻ പാപപ്രകൃതത്തിലല്ല. നമ്മുടെ പരീക്ഷകൾ വരുന്നത് പിശാച് അടുത്ത് വന്നിട്ടല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ പരീക്ഷകൾ നമുക്ക് വരും. പ്രലോഭനങ്ങൾ, പരീക്ഷ മീൻസ് പ്രലോഭനം. അവിടെ പറഞ്ഞു ടെംപ്റ്റേഷൻ നമുക്ക് ഉള്ളിൽ തന്നെ ഉണ്ട്. കർത്താവിന്റെ പ്രകൃതത്തെ പറ്റി പറയുന്നത് കെറോസിൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഏറ്റവും ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എയർപ്ലെയിനിന്റെ ഫ്യൂലാണ്. ഏറ്റവും ഫ്ലെയിമബിളാണ്. അതാണ് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ ഒരു ടവർ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ, ആ പ്ലെയിൻ ഉപയോഗിക്കാൻ കാര്യം. അപ്പോ ഈ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡിന്റെ അടുത്തേക്ക് തീ കൊണ്ടുവന്നാൽ അത് ചാടിപ്പിടി. ഇതാണ് മനുഷ്യന്റെ ഹൃദയം. പാപമെന്ന തീ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക്, അതായത് പുനർജനനം പ്രാപിക്കാത്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അടുത്തേക്ക് വന്നാൽ അത് കത്തും. എന്നാൽ ക്രിസ്തുവിന്റെ ഹൃദയം എന്താണെന്ന് ഒരു ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് വെള്ളം പോലെ. വെള്ളത്തിന്റെ അടുത്തേക്ക് തീ കൊണ്ടുവന്നാൽ വെള്ളത്തിനും സംഭവിക്കത്തില്ല, തീ കെടും. അത്രയ്ക്ക് പരിപാവനമാണ് അവിടുത്തെ ഹൃദയം, അവിടുത്തെ പ്രകൃതം. അപ്പോ ഈ കർത്താവിനോടുള്ള ആ ടെംപ്റ്റേഷൻ നമ്മൾക്ക് വേണ്ടി താൻ ഈൽഡ് ചെയ്തതാണ്.
അതായത് നാം കടന്നു പോകുന്ന ഓരോ വിഷയങ്ങളും കർത്താവിന് നന്നായിട്ട് അറിയാം, പാപത്തിന്റെ പ്രലോഭനം ഉൾപ്പെടെ. അതുകൊണ്ടാണ് അവന് നമുക്ക് മധ്യസ്ഥനായി നിൽക്കുന്നത്. അവന്റെ ഉള്ളിൽ നിന്നുള്ള പാപത്തിന്റെ പ്രലോഭനമല്ല, അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അവിടെയാണ് ദൂതന്മാർ വന്ന് തന്നെ ശുശ്രൂഷിച്ചത്. നമ്മൾ ചിന്തിക്കണം. ഉപവാസം കഴിയുമ്പോൾ നമുക്ക് ദൂതന്മാരുടെ ശുശ്രൂഷ വേണ്ട. നമ്മൾ 40, 21, 10, 7, 3 ഒക്കെ ഇരുന്നിട്ടുണ്ട്. ദൂതന്മാർ വന്ന് നമ്മെ ശുശ്രൂഷിക്കേണ്ട ആവശ്യകത വന്നിട്ടില്ല. നാം ആത്മാവിൽ നാം ശക്തിപ്പെടുന്നുണ്ട്, പക്ഷെ ഫിസിക്കലായിട്ടുള്ള റെസ്റ്റ് നമുക്ക് ആവശ്യമാണ്. ബട്ട് വൈ ക്രിസ്തുവിന്റെ അടുത്ത്, യേശുവിന്റെ അടുത്ത് ദൂതന്മാർ വന്ന് ശുശ്രൂഷിക്കേണ്ടി വന്നത് എന്താ? ഹി ഈസ് നോട്ട് ഇൻ എ സിൻഫുൾ നേച്ചർ, ബട്ട് ഹി വിൽഫുള്ളി yielded ടു ദിസ് ടെംപ്ടേഷൻ. അത്രയ്ക്ക് പരിശുദ്ധനായവൻ പാപത്തിന്റെ പ്രലോഭത്തിന് ഈൽഡ് ചെയ്ത് കൊടുക്കുക. കർത്താവിന്റെ ദാസൻ ഗത്സമന തോട്ടത്തിലുള്ള കർത്താവിന്റെ അനുഭവത്തെ പറ്റിയാണല്ലോ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? അതൊരു നിലവിളിയാണ്. ഗത്സമന തോട്ടത്തിൽ തന്റെ ആ ധമനികൾ പൊട്ടി രക്തം വിയർപ്പ് പോലെ വരുമ്പോ വരുവാൻ പോകുന്ന കഷ്ടതകളെ ഓർത്തിട്ടേ അല്ല. തീർച്ചയായിട്ടും അതൊരു അങ്കലാപ്പ് മനുഷ്യനെന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകും, കർത്താവിനും ഒരു പക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം. അതായത് ഏൽക്കുവാൻ പോകുന്ന കഷ്ടതകളല്ല ഉണ്ടല്ലോ, ആ പീഡനം, കഷ്ടത എന്നതിനേക്കാൾ പീഡനം. പക്ഷെ അതിലുപരിയായി എന്റെ നിങ്ങളുടെ നികൃഷ്ടമായ പാപം കർത്താവിന്റെ മേലെ ഏൽപ്പിച്ചു കൊടുക്കാൻ സമയമായി. അത് കർത്താവിന് ഒരിക്കലും താങ്ങുവാൻ കഴിയുന്നതിനപ്പുറമാണ്. കാരണം നമുക്കത്, എന്നെ ഒരുത്തൻ കള്ള എന്ന് വിളിച്ചാൽ എനിക്കൊരു വിഷമം ഉണ്ടാകും, പക്ഷെ ഞാൻ കള്ളം പറയാൻ സാധ്യതയുള്ളവനാണ്. ഞാൻ കള്ളം പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പൊ പറയുന്നതല്ല ഞാൻ പറഞ്ഞു, നമ്മുടെ പഴയകാല ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലേ. അപ്പൊ നമ്മൾ ഒരിക്കലും പാപരഹിതരല്ല. കർത്താവിനെ അങ്ങനെ വിളിക്കുമ്പോൾ, കർത്താവിന്റെ മേൽ അതും ചെയ്യാത്തൊരു കുറ്റം ഏൽപ്പിക്കുമ്പോൾ, he cannot handle it. അവിടെയാണ് രക്തധമനി തകർന്ന് വിയർപ്പ് പോലെ രക്തം വെളിയിൽ വരണമെങ്കിൽ ആ കർത്താവ് ഏറ്റ ആ മനോവ്യഥയുടെ ആഴമാണ് അത് കാണിക്കുന്നത്. എന്നാൽ അവിടെയും ലൂക്കോസ് സുവിശേഷം 22:43 ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് സുവിശേഷം 22:43. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. കണ്ടോ, ഇതാണ് മത്തായി സുവിശേഷത്തിൽ എഴുതിയ ദൂതന്മാർ വന്ന് ശുശ്രൂഷിച്ചു എന്ന് പറയുന്ന. അവിടെ നമുക്ക് ശുശ്രൂഷിച്ചെന്നേ കാണത്തുള്ളൂ. ഇവിടെയാണ് അത് അതിന്റെ ആൻസർ. എന്താ ചെയ്തത്? ദൂതന്മാർ വന്ന് അവനെ ബലപ്പെടുത്തി, അവനെ ശക്തിപ്പെടുത്തി, സ്ട്രെങ്തനിങ് ഹിം. അപ്പൊ എന്ത് സ്ട്രെങ്ത് ആണ്? ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല. താൻ ബോഡിയിൽ അപ്പോഴും വീക്കാണ്, ബട്ട് തന്നെ ശക്തിപ്പെടുത്തി. ദൈവത്തിന്റെ ദൂതന്മാർ ദൈവപുത്രനെ ശക്തിപ്പെടുത്തി. അതിപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാം. റൈറ്റ്? നമുക്കിപ്പോഴും ശക്തിപ്പെടുത്തൽ ആവശ്യമാണ്. അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ദൈവത്തിന്റെ തിരുഹിതത്തിന്റെ ഇച്ഛയാണെങ്കിൽ ദൂതന്മാർ വന്ന് തന്നെ ശക്തിപ്പെടുത്തും. പക്ഷെ അതിലുപരിയായി ദൈവവചനം കേൾക്കുമ്പോൾ നാം ശക്തിപ്പെടും. കാരണം ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമായതുകൊണ്ട് നാം കേൾക്കുന്ന വചനങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്. നാം ഒരു സ്നിഗ്ധഘട്ടത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ക്ലോസ് ആയിട്ടൊരു ദൈവദാസനെയോ മക്കളെയോ വിളിക്കുമ്പോൾ അവർ പറയുന്ന ഒരു വാക്കിലൂടെ നമുക്ക് ശക്തിപ്പെടുത്തൽ ലഭിക്കാം. ദൈവത്തിന്റെ മുഖാന്തരങ്ങൾ വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ നാം എടുക്കുന്ന ഒരു ദൈവവചന ഭാഗം, അല്ലെങ്കിൽ നാം കേൾക്കുന്ന ഒരു പ്രസംഗം, അല്ലെങ്കിൽ ഒരു പാട്ട്, അതിലൂടെയൊക്കെയും ദൈവത്തിന് നമ്മെ ധൈര്യപ്പെടുത്തുവാൻ കഴിയും. തീർച്ചയായിട്ടും ദൈവം അത് ചെയ്യുവാൻ അവർ വിശ്വസ്തനാണ്. അപ്പം ഏഞ്ചൽസ് ആർ നോട്ട് ഓൺലി വാറിയേഴ്സ്, ഏഞ്ചൽസ് ആർ മിനിസ്ട്രിങ് സ്പിരിറ്റ്സ്. ദൈവത്തിന്റെ ഏജൻസ് ആണ് അവര്. ദേ ആർ മിനിസ്ട്രിങ് സ്പിരിറ്റ്സ്. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഏഞ്ചൽസ് ആർ ഗോഡ്സ് സെർവൻസ്. അവർ ദൈവത്തിന്റെ ശുശ്രൂഷകർ. ബട്ട് ഗോഡ് ഹാസ് അപ്പോയിന്റഡ് ദം ആസ് അവർ സെർവൻസ് ഓൾസോ. ദൈവം അവരെ നമ്മുടെ സേവകാത്മാക്കളായിട്ട് അപ്പോയിന്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ചില നാളുകൾക്ക് മുമ്പ്, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ ആരെങ്കിലും അത് വിശ്വസിക്കുന്നുവെങ്കിൽ അത് വചനപ്രകാരം
തെറ്റാണെന്ന് ഞാൻ ഹംബിളായിട്ട് പറഞ്ഞോട്ടെ. നമുക്ക് ഏഞ്ചൽസിനെ കമാൻഡ് ചെയ്യാൻ പവർ ഉണ്ടോ? കാരണം 91 സങ്കീർത്തനത്തിന്റെ 11-12 വാക്യങ്ങൾ അവിടെ പറഞ്ഞേക്കുന്നത് പലപ്പോഴും ആ വചനം പലപ്പോഴും ആളുകൾ ട്വിസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. 91-ന്റെ 11-12 നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പൊ ആരുടെ ദൂതന്മാരാ? ദൈവത്തിന്റെ ദൂതന്മാരാണ്. ഞാൻ ഒരിടത്ത് പോകുമ്പോൾ, ഞാൻ വിശ്വസിക്കുന്നത്, നാം ഒരിടത്ത് പോകുമ്പോ ദൈവം തന്റെ ദൂതന്മാരോട് പറയുക അവനെ കാക്കണം. ഇങ്ങനെ ഈ വാക്യത്തെ എടുത്തിട്ട് ദൂതന്മാരെ നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ദൂതൻ ഇടത്തുണ്ട്, വലത്തുണ്ട്. അപ്പൊ ഞാൻ പറയാ, ദൂത നമുക്ക് പോകാം. ഇങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇതൊന്നും ആവശ്യമില്ല. നാം ദൂതൻ നല്ല ഓക്കെ പോട്ടെ. ദൂത നമുക്ക് പോകാം, ദൂത നമുക്ക് ആ വീട്ടിൽ പോകാം, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് അവിടുത്തെ ദൂതന. ഇതിന്റെ ഒരു ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആണെന്നിരിക്കട്ടെ, എനിക്ക് സീക്രട്ട് സർവീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. എന്റേതല്ല അവർ, US ഗവൺമെന്റിന്റെയാണ്. US ഗവൺമെന്റിന്റെ എംപ്ലോയീസ് ആണ് അവർ. എനിക്ക് അവരെ കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് എന്റെ വീടിന്റെ വേല ചെയ്യാൻ പറ്റത്തില്ല. They are appointed by the United States government. ഇതുപോലെ എനിക്ക് വേണ്ടി ദൈവം അപ്പോയിന്റ് ചെയ്ത ദൂതന്മാരുണ്ട്. അവർ എന്റെ പ്രവൃത്തി ചെയ്യാനല്ല, ദൈവം ആക്കി വെച്ചിരിക്കുന്ന അവരുടെ ഉത്തരവാദിത്വം ചെയ്യാനേ ഉള്ളൂ. നമുക്ക് ദൂതന്മാരോട് കൽപ്പിക്കാനോ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ഒന്നും അതോറിറ്റി നമ്മൾക്കില്ല. ഇതെന്തായി സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്കും വലയത്തിനും വെളിയിൽ പോകുന്നതുകൊണ്ടാണ്. ഇതിലും ഉദാഹരണങ്ങൾ വചനത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ദൂതന്മാർക്കറിയാം അവരുടെ ലിമിറ്റ് എന്താണ്. അതായത് ഈ ഗുഡ് ഏഞ്ചൽസിന് അറിയാം അവരുടെ ലിമിറ്റ് എന്താ. ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഓർമ്മ വരും. യൂദായുടെ ലേഖനം നമ്മൾ പഠിച്ചപ്പോ നമ്മൾ വായിച്ചതാണ്. പത്രോസിന്റെ ലേഖനത്തിൽ ഇതേ ഉദാഹരണം എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? യൂദായുടെ ലേഖനത്തില് മോശയുടെ ശരീരം സംബന്ധിച്ച് യൂദായുടെ ലേഖനത്തിലേക്ക് ഒന്ന് തിരിഞ്ഞാല് 9-ാം വാക്യം, അതിന് മുകളില് he disputed with the devil and argued about the body of Moses, did not dare pronounce against him a railing judgment, but said, the Lord rebuke you. കണ്ടോ, ഈ വന്ന ആള് മിഖായേൽ എന്ന് ഓർക്കണം. ഈ മിഖായേൽ കൊച്ചുപുള്ളിയല്ല, മൈക്കിൾ. പ്രധാന ദൂതൻ എഴുതിയേക്കണം. നമ്മള് ഏഞ്ചൽസ് പല വിധത്തിലുണ്ടെന്നുള്ളത് ഈ ചിന്തയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. അപ്പൊ അറിയാം, മൈക്കിൾ ഈസ് ആർക്കേഞ്ചൽ എന്നാ പറഞ്ഞേക്കുന്നത്, പ്രധാന ദൂതന. ഇതിലെ ചെറിയൊരു ദൂതനുണ്ട്, ഒരു പേരും ഇല്ലാത്തൊരു ദൂതൻ വെളിപ്പാട് പുസ്തകത്തിൽ വരുന്നുണ്ട്. ഒരു കൈയിൽ ചങ്ങലയാണ്, ഒരു കൈ താക്കോലുണ്ട്, 2 കൈയും എൻഗേജിലാണ്. എന്നിട്ട് മനുഷ്യരെ പാപത്തിലേക്ക് നയിക്കുന്ന പിശാചിനെ അതിൻ്റെ ഇടയിൽ പിടിച്ചു. അത്രയ്ക്ക് പവർഫുൾ ആ ദൂതൻ. ഞാൻ പറഞ്ഞു മനസ്സിലായത്? ഒരു കൈ ചങ്ങല, ഒരു കൈ താക്കോല്, ഇതിനിടയിൽ പിശാചിനെ പിടിക്കുന്നുണ്ട് ആ ദൂതൻ. ഒറ്റ കൈ കൊണ്ട് പിടിക്കാനുള്ളതേ ഉള്ളൂ പിശാച് ഈ ദൂതന്റെ മുമ്പിൽ. മൈക്കിൾ അപ്പൊ എത്രയോ പവർഫുൾ ആയിരിക്കും. മറ്റേ ദൂതൻ പേരില്ലാത്ത ദൂതൻ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ദൂതൻ. ഈ മൈക്കിൾ ആർക്കേഞ്ചല. പക്ഷെങ്കിൽ മൈക്കിളിന് അറിയാം മൈക്കിളിന്റെ ലിമിറ്റ് എന്താ. പിശാചിനോട് മോശയുടെ ശരീരത്തെ കുറിച്ച് തർക്കിച്ചു വാദിക്കുമ്പോ ഒറ്റ ദൂഷണവിധിയും പറഞ്ഞില്ല. ഇത്രേ പറഞ്ഞുള്ളൂ, ദൈവം നിന്നെ ഫലിച്ചിക്കട്ടെ. ലിമിറ്റ് അറിയാം. പ്രിയമുള്ളവരെ, നമുക്കും ഉണ്ട്, ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ദൂതന്മാരെ ദൈവമാക്കിയത് ദൈവത്തിൻ്റെതാണ് നമ്മൾ, അതുകൊണ്ട്. പക്ഷെ നമുക്ക് ദൂതന്മാരോട് കൽപ്പിക്കാനോ ദൂതന്മാരെ നമ്മുടെ കാറൊന്ന് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ലിമിറ്റ് വിട്ടു പോകരുത്. നമുക്കറിയാം ദൂതന്മാരുണ്ട്.
അതുകൊണ്ടാണ് നാം കാക്കപ്പെടുന്നത്. അത് ദൈവത്തിന്റെ ദൂതന്മാരാണ്, ദൈവത്തിൻ്റെതാണ് നാം, അതുകൊണ്ടാണ് ദൈവം കാക്കുന്നത്. ആ ബോധ്യവും ലിമിറ്റും നമ്മൾ മനസ്സിലാക്കണം എന്നതുകൊണ്ട് മാത്രമാണ് ആ ഉദാഹരണം ഞാൻ പറഞ്ഞത്. കണ്ടോ, ഒരു ദൂഷണവിധിയും ഉച്ചരിക്കാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. 10-ാം വാക്യം, ഇവരോ തങ്ങൾ അറിയാത്തതിനെ എല്ലാം ദുഷിക്കുന്നു. അതായത് ഗുരുപദേശകന്മാരെ പറ്റിയാണ് അത് പറയുന്നത്. ലിമിറ്റ് വിട്ടു പോവുക, വചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് വെളിയിലേക്ക് പോവുക. നാം അതുപോലെ ആകരുത്. ദൂതന്മാരെ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. ആ ദൈവം തന്റെ കരുണയിൽ നമ്മുടെ മേൽ ആക്കി വെച്ചിരിക്കുന്നത് ആ പ്രൊട്ടക്ഷന് വേണ്ടി. ദൂതന്മാർ എന്നാണ് ജനറലി എല്ലാവരെ കുറിച്ച് പറയുന്നതെങ്കിലും പല ടൈപ്പ് ദൂതന്മാരുണ്ട്. നമുക്കറിയാം, യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുന്നതാണ് സറാഫുകൾ. സെറാഫീം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, സെറാഫീം. നമുക്കറിയാം, അവർക്ക് സറാഫുകളുടെ ചിത്രം നമുക്ക് എങ്ങനെയാ അവിടെ കാണിക്കുന്നത്? അവർക്ക് 6 ചിറകുണ്ട്, അല്ലെ? 6 ചിറകുണ്ട്. അവര് 2 കൊണ്ട് പാദം മൂടുന്നു, പറന്നു നിൽക്കുന്നു, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന്. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് സൈന്യങ്ങളുടെ യഹോവയോടല്ല പറയുന്നേ, ഈ ദൂതന്മാർ തമ്മിലാ പറയുന്നത്. അവർക്ക് നേരിട്ട് പറയാനുള്ള സൗകര്യം അവരെടുക്കുന്നില്ല, സ്വാതന്ത്ര്യം എടുക്കുന്നില്ല. കാരണം അവർ മുഖം പോലും മൂടിയാ നിൽക്കുന്നത്. നമ്മൾ അന്യോന്യമല്ല പറയുന്നത്, നമ്മൾ നേരിട്ടാ പറയുന്നത്. അതാ നമ്മളും ദൂതന്മാരും തമ്മിൽ വ്യത്യാസം. കാരണം എന്തറിയോ? അവരുടെ ജോലിയായി സ്തുതിക്കൽ. നമ്മുടെ ജോലി അല്ല സ്തുതിക്കൽ. നാം സ്തുതിക്കുന്നത് നമ്മെ രക്ഷിച്ചതുകൊണ്ടാണ്. അത് ഉള്ളിൽ നിന്ന് വരുന്നതാ. ദൂതന്മാരുടെ സ്തുതി ഉള്ളിൽ നിന്ന് വരുന്നതല്ലെന്നല്ല ഞാൻ പറഞ്ഞേ, അത് ഉള്ളിൽ നിന്ന് വരുന്നതാവും. പക്ഷെങ്കിൽ നമുക്ക് കൂടുതൽ ബോധ്യമുണ്ട്, ദൂതന്മാരെ രക്ഷിക്കാനല്ല പുത്രനെ അയച്ചത്, നമ്മെ രക്ഷിക്കാൻ അയച്ചത്. അപ്പൊ നമ്മുടെ സ്തുതിക്ക് കൂടുതൽ മൂല്യമുണ്ട്. മറ്റവർ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സ്തുതിക്കുമ്പോൾ നാം സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും ദൈവത്തിന് ആരാധനയായി നമ്മെ തന്നെ അർപ്പിക്കുന്നതും നമ്മെ രക്ഷിച്ചതുകൊണ്ടാണ്. കാരണം നമ്മുടെ സ്തുതിക്ക് മൂല്യമുണ്ട്. സോ സെറാഫീം എന്ന് പറയുന്നത് 6 ചിറകുള്ള ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്ന, അന്യോന്യം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ എന്ന് പറയുന്ന ആ അന്തരീക്ഷത്തിൽ നിൽക്കുന്നവരാണ് സെറാഫീംസ്. ഇതൊക്കെ നമ്മളിപ്പോ ദൈവതിരുവെഴുത്തിൽ വായിക്കുക, ഒരിക്കൽ നമ്മൾ ഇവരെ എല്ലാവരും കാണും. ശരിയല്ലേ? നമ്മളെല്ലാം ഈ സന്നിധിയിലേക്ക്, ദൈവസന്നിധിയിലേക്കാണ് നാം പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. 2 കെറൂബുകൾ. കെറൂബുകൾ ഇവരെ ആദ്യം കാണുമ്പോൾ എവിടാന്നറിയും? അല്ലല്ല, ജെനസിസിൽ കാണാം. അതായത് ഇവരെ തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറക്കിയപ്പോ വാള് കൊടുത്ത് നിർത്തി. ഞാൻ വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 3:24. എസെക്കിയേൽ 10-ലും കാണാം. ഉൽപ്പത്തി പുസ്തകം 3:24 വായിച്ചാ. അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ. അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരുവുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. കണ്ടോ, അവരുടെ കയ്യിരിക്കുന്നത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാള്. ഇനി ഇവരെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയാം? ഈ കെറൂബുകളുടെ ഒരു ചിത്രം നമുക്ക് കാണുന്നത് 10-ാം അധ്യായം എസെക്കിയേൽ പ്രവചനത്തിലാണ്. അവർക്ക് എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്ന കെറൂബുകളുടെ ചിത്രത്തില് അവർക്ക് 4 മുഖങ്ങളുണ്ട്. ഒരു മുഖം, അത് നമുക്ക് കാണാൻ കഴിഞ്ഞ എസെക്കിയേൽ പ്രവചനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, അനന്തരം ഞാൻ നോക്കിയപ്പോൾ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന വിധാനത്തിൽ നീലക്കല്ല് ഒരു രൂപ. 10-ാം അധ്യായത്തിൽ 14-ാം വാക്യം. ഓരോന്നിനും 4 മുഖം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ മുഖം കെരൂബ് മുഖം, രണ്ടാമത്തേത് മനുഷ്യമുഖം, മൂന്നാമത്തേത് സിംഹമുഖം, 4-ാമത്തേത് കഴുകുമുഖം ആയിരുന്നു. ഇതാണ് കെറൂബുകളെ പറ്റി പറയുന്നിടത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന രൂപം. ഇവർ പർപ്പസ് എന്താണെന്നോ ഒന്നും വിശദമായിട്ട് ഇല്ല. പക്ഷെ എങ്കിലും നമ്മളിത് ഏഞ്ചൽസ് എന്ന് പറയുമ്പോൾ അത് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇവരെ ദൈവം തന്റെ പർപ്പസിന് വേണ്ടി സൃഷ്ടിച്ചേക്കുക.
റോമാലേഖനം 11-ാം അധ്യായത്തിന് 33-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം, അത് രക്ഷയോടുള്ള ബന്ധത്തിലാണ് പറയുന്നെങ്കിൽ പോലും, റോമർ 11-33 ആ ദൈവത്തിന്റെ ജ്ഞാനം, The depth of the riches ആ of the wisdom and knowledge of God. How unsearchable are his judgments and unfathomable are his ways. താങ്ക് യു. അവിടെ പറഞ്ഞേക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനം, അറിവ്, ധനം എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകും. സ്തോത്രം. വിവിധ നിലകളിലുള്ള ദൂതന്മാരെ സൃഷ്ടിച്ചത് വഴി നമുക്കറിയത്തില്ല അവരുടെ പർപ്പസ് എല്ലാം എന്താണെന്ന്. പക്ഷെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുക, അതിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. ദൈവമേ, നിന്റെ വഴികളും വിചാരങ്ങളും നിന്റെ സൃഷ്ടിയും നിന്റെ പ്രവൃത്തികളും എത്രയോ അഗോചരമാണ്. അത് ഞങ്ങൾക്ക് ഹൃദയത്തിന് മനസ്സിലാകുന്നതിനും അപ്പുറം ഈ ദൈവമാണ് എന്നെ നിങ്ങളെയും വിചാരിക്കുന്നു എന്ന് പറയുന്നു. ഈ ദൈവമാണ് നമ്മെക്കുറിച്ച് വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ, എന്നിട്ട് പറയാ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെ പോലെയല്ല, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളെ പോലെയല്ല, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും അത്യന്തം ഉന്നതമായിരിക്കും. അത്ര ഉന്നതമായ വഴിയും വിചാരങ്ങളും നമ്മെക്കുറിച്ചുള്ള ദൈവം ചെറിയ ദൈവമല്ല. ഇങ്ങനെ വചനത്തിൽ കാണുന്ന ദൂതന്മാരെയും സൃഷ്ടികളെയും ഒക്കെ സൃഷ്ടിച്ച് അതിന്റെ മേൽ അടക്കി വാഴുന്നൊരു ദൈവം. പിന്നീട് സാധാരണഗതിയിൽ പറയുന്ന മൂന്നാമതാണ് ആർക്കേഞ്ചൽസ്. നമ്മളിപ്പോ പറഞ്ഞു യൂദ 1:9 തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനത്തിൽ 4:16 കർത്താവ് തന്നെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും, മൈക്കിൾ അവിടെ വരുന്ന മൈക്കിൾ, പ്രധാന ദൂതന്റെ ശബ്ദം, അതാണ് ആർക്കേഞ്ചൽ അല്ലെങ്കിൽ പ്രധാന ദൂതൻ. അടുത്തത് ഏഞ്ചൽ. സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞ വെളിപ്പാട് മുമ്പേ കണ്ട ഒരു കയ്യിൽ, അല്ലെങ്കിൽ തന്റെ ആരുടെ മിദ്യാന്യ പാളയത്തിലാണോ വന്ന് ഒരു രാത്രിയിൽ 1,80,000 പേരെ ഒറ്റ അശൂരിന്റെ പാളയത്തിൽ വന്ന് 1,80,000 പേരെ ഒറ്റ ദൂതൻ 1,80,000 പേർ കൊന്നുകളഞ്ഞു. അത്രയ്ക്ക് പവർഫുൾ ആണ് ദൈവദൂതന്മാർ. ഈ ഏഞ്ചൽസ് വിവിധ നിലകളിൽ പ്രത്യക്ഷപ്പെട്ടുണ്ട്. അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു, യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു, മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, അത് ഗബ്രിയേലാണ്. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇത് കൂടാതെ റോമാലേഖനം 8:38 ഇപ്പൊ നമ്മള് സെറാഫുകളുണ്ട്, കെറൂബുകളുണ്ട്, പ്രധാന ദൂതനുണ്ട്, സാധാരണ ഏഞ്ചൽസ് ഉണ്ട്. എന്നാൽ 8:38 കാണുന്ന മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ, അടുത്തതാണ് വാഴ്ചകൾ, അധികാരങ്ങൾക്കോ, അടുത്തത് അധികാരങ്ങൾ. ഇപ്പോഴുള്ളതിനോ വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, പിന്നെ അത് ഇംഗ്ലീഷിൽ പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, ത്രോൺസ്, ഡൊമീനിയൻസ്. കൊലോസ്യർ 1:16 കൊലോസ്യർ 1:16 സ്വർഗത്തിലുള്ളത് ഭൂമിയിലുള്ളത് ദൃശ്യമായത് അദൃശ്യമായത്, സിംഹാസനങ്ങളാകട്ടെ, ത്രോൺസ് കർത്തൃത്വങ്ങളാകട്ടെ, ഡൊമീനിയൻസ് വാഴ്ചകളാകട്ടെ, റൂളേഴ്സ് അധികാരങ്ങൾ, അതോറിറ്റീസ്, ഇതെല്ലാം ദൂതസഞ്ചയത്തിൽ ഉള്ളതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ പറയട്ടെ, ദൂതന്മാരുടെ മേൽ ദൈവത്തിനാണ് അധികാരം. കാരണം ദൈവത്തിൻ്റെതാണ് ദൂതന്മാർ. ദൂതന്മാരെ സൃഷ്ടിച്ചത് ദൈവമാണ്, നമ്മളല്ല കൽപ്പിക്കുന്നത്, ദൈവമാണ് കൽപ്പിക്കുന്നത്. അവരെ ദൈവം തന്റെ ഉദ്ദേശ നിവൃത്തിക്കായി ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ചിന്ത മുന്നോട്ട് ചിന്തിക്കുമ്പോൾ, ദൈവത്തിന്റെ പരമാധികാരവും മനുഷ്യന്റെ രക്ഷയും, ഇത് അടിസ്ഥാനപരമായി നാം ശരിയായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ പരമാധികാരം എന്നുള്ള വിഷയം വളരെ വ്യാപ്തിയിൽ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ഇതിനു ശേഷം ദൈവത്തിന്റെ പരമാധികാരവും മനുഷ്യന്റെ രക്ഷയും, ദൈവത്തിന്റെ പരമാധികാരവും മനുഷ്യന്റെ ഇച്ഛയും, ദൈവത്തിന്റെ പരമാധികാരവും നമ്മുടെ പ്രാർത്ഥനയും, ഈ വിഷയങ്ങളോട് ചിന്തിച്ച് ഈ പഠനം നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. കാരണം ഇത് അത്രയ്ക്കും വിശാലമായ ഒരു പഠനമാണ്. ദൈവത്തിന്റെ പരമാധികാരവും മനുഷ്യന്റെ രക്ഷയും എന്നുള്ളത് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും അറിയേണ്ട വിഷയം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സുവിശേഷം അടിസ്ഥാനപരമായി നാം ശരിയായി മനസ്സിലാക്കിയാൽ
നമ്മുടെ ജീവിതത്തിന്റെ യാത്ര സുഗമമായിരിക്കും. കഷ്ടതകളോ പ്രതികൂലങ്ങളോ ഇല്ലെന്നല്ല, പക്ഷെ സുവിശേഷം അടിസ്ഥാനപരമായി കറക്റ്റായിട്ട് മനസ്സിലാക്കിയ എന്താണ് സുവിശേഷത്തിനകത്ത് നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം? അടിസ്ഥാനപരമായി നാം സുവിശേഷത്തിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യനെല്ലാം പാപികളാണെന്നോ ദൈവത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം. അപ്പൊ മനുഷ്യൻ പാപിയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് ദൈവം പരിശുദ്ധനാണെന്നുള്ളതാണ്. അപ്പൊ പരിശുദ്ധനായ ദൈവം, പാപിയായ മനുഷ്യൻ, ഇവരെ തമ്മിൽ യഥാസ്ഥാപനപ്പെടുത്തുന്ന സന്ദേശമാണ് സുവിശേഷം. യഥാസ്ഥാപനപ്പെടുത്തുവാൻ, സമാധാനത്തിലാക്കുവാൻ, അല്ലെങ്കിൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിരപ്പിന്റെ ശുശ്രൂഷ, ദൈവത്തെ മനുഷ്യനെ തമ്മിൽ നിരപ്പിക്കുന്ന ശുശ്രൂഷയാണെന്നാ അപ്പോസ്തലൻ പറയുന്നത്. അതെങ്ങനെ നിരപ്പിക്കുന്നേ? സുവിശേഷത്തിലൂടെയാണ്, സുവിശേഷത്തിന്റെ സന്ദേശത്തിലൂടെയാണ്. അപ്പോൾ മനുഷ്യൻ അത്രയ്ക്കും തകർന്നവനായി ദൈവസന്നിധിയിൽ നിൽക്കുന്നു, പാപിയായി നിൽക്കുന്നു. ദൈവം അത്രയ്ക്കും പരിശുദ്ധനായി ആയിരിക്കുന്നു. ഈ പരിശുദ്ധനായ ദൈവത്തെയും തകർന്നവനായ പാപിയായ മനുഷ്യനെയും വീണ്ടും യഥാസ്ഥാപനത്തിലാക്കുന്ന, സമാധാനത്തിലാക്കുന്ന, നിരപ്പിക്കുന്ന ശുശ്രൂഷയാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. പ്രധാനമായിട്ട് അതിന്റെ പ്രധാന മെസ്സേജാണ് സുവിശേഷം. ആ മെസ്സേജിന്റെ സത്ത, കോറാണ് യേശു ക്രിസ്തു. അപ്പൊ മനുഷ്യൻ പാപിയാണ്, ദൈവം പരിശുദ്ധനാണ്. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ യഥാസ്ഥാപനപ്പെടുത്തുന്ന സന്ദേശമാണ് സുവിശേഷം. ആ സന്ദേശത്തിന്റെ പ്രധാന വസ്തു, ഒരേ ഒരു പ്രധാന കഥാപാത്രം, ക്രിസ്തു, യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പൗലോസ് പറയുമ്പോൾ മറ്റൊരുത്തനും രക്ഷയില്ലെന്ന് പറയും. പൗലോസ് വീണ്ടും പറയുന്നത് ഏക മധ്യസ്ഥൻ ക്രിസ്തു ആണെന്ന് പറയാൻ കാര്യമാണ്. There is no other message, there is no other mediator, there is no other gospel. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 1:8 പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ പറഞ്ഞ ഈ ഗോസ്പൽ അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇനി ഞങ്ങളെ കൂടാതെ ഒരു ദൂതൻ, പണ്ട് തെറ്റി വന്ന ദൂതന്മാരെ പോലെ ഇപ്പോഴും ഇനിയും തെറ്റി വന്നാൽ അവനും ശപിക്കപ്പെട്ടവൻ. കാരണം അത്രയ്ക്ക് ഉറപ്പായിരുന്നു ഗോസ്പൽ കറക്റ്റ് ആണെന്ന് അത്രയ്ക്ക് ഉറപ്പാണ്. നമുക്കും ഗോസ്പൽ മാത്രമേ ഉള്ളൂ. ഈ ഗോസ്പൽ കറക്റ്റ് ആണെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം. കാരണം നമ്മൾ ഇത് പഠിച്ചു പോകുമ്പോഴേ ദൈവത്തിന്റെ പരമാധികാരവും സുവിശേഷവും തമ്മിൽ, അല്ലെങ്കിൽ ഗോസ്പലും അല്ലെങ്കിൽ രക്ഷയും തമ്മിൽ പഠിച്ചു പോകുമ്പോ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ദൈവം തന്നെ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം തള്ളിക്കളയുമോ? ആത്യന്തികമായി ദൈവം എല്ലാവരെയും രക്ഷിക്കുമെന്ന് വരെ പറഞ്ഞു വെക്കുന്നവരുണ്ട്. അതിന് ആ ഒരു 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 ദുരുപദേശത്തിന്റെ പേരാണ് യൂണിവേഴ്സലിസം. യൂണിവേഴ്സലിസം എന്ന് പറഞ്ഞാൽ ദൈവം ആത്യന്തികമായി എല്ലാവരെയും രക്ഷിക്കും. കാരണം ദൈവം കരുണാമയ, ദൈവം സ്നേഹ, ദൈവത്തിന്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാവരും. ദൈവം അങ്ങനെ ആരും തള്ളിക്കളയത്തില്ല. നരകം എന്ന് പറഞ്ഞാൽ പിശാചിന് വേണ്ടി ഒഴുക്കിയേക്കുന്ന, മനുഷ്യന് വേണ്ടി ഒഴുക്കിയേക്കുന്നല്ല. ഇങ്ങനെ ഒരു 10-15 പ്രാവശ്യം പറയുമ്പോൾ ശരിയായിരിക്കും ഇല്ലയോ ദൈവം? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിൽ ഇത് ഷെയർ ചെയ്തു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യനെ വഞ്ചിക്കുന്നത് ഇന്റർനെറ്റിൽ കൂടാണ്. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പ്രസംഗകനാണെന്നിരിക്കട്ടെ, ആ മനുഷ്യൻ പ്രസംഗിക്കുന്ന പോലെ തന്നെ AI ജനറേറ്റഡ് ആയിട്ടുള്ള പ്രസംഗങ്ങൾ. ഞാൻ ഷെയർ ചെയ്ത പ്രസംഗം അതിനകത്ത് പറയുന്നത് പാപം എന്നതിന് നമ്മൾ ഇതുവരെയും പറഞ്ഞ ഡെഫിനിഷൻ അല്ല, ദൈവത്തിന്റെ കാഴ്ചപ്പാട് വേറെയാണെന്ന്. അത് ആർട്ടിഫിഷ്യലി ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു സന്ദേശമാണ്. ഒരു വ്യക്തി ഇന്ന് സംസാരിക്കുന്ന പോലെ സംസാരിക്കും. നമ്മള് അറിയാൻ വയ്യാത്തത് കേട്ട് കഴിഞ്ഞാൽ യോ ഈ പ്രസംഗം അങ്ങനെയാണോ പറഞ്ഞേ എന്ന് വിചാരിക്കുക. അവിടെയാണ് എന്റെ പ്രിയമുള്ളവരെ ഈ പ്രിന്റഡ് രൂപത്തിൽ തന്നിരിക്കുന്ന ഈ തിരുവെഴുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. ഇതിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ നമ്മൾ തെറ്റാതിരിക്കത്തുള്ളൂ. ഇന്ന് ഏത് മീഡിയയിലേക്ക് നോക്കിയാലും മനുഷ്യനെ തെറ്റിക്കാനുള്ള എല്ലാ പണികളും കാട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് രക്ഷ എന്നുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരമാധികാരം എന്നുള്ള വിഷയത്തിൽ നാം ഉറയ്ക്കണം. ഭാവി കാലത്ത് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്രയും പ്രായമായി, 50-ആയി, 60-ആയി, 70-ആയി, നമ്മുടെ തലമുറ കർത്താവിന്റെ വരവ് താമസിച്ചാൽ അവർ നിൽക്കണ്ടേ? അതിനൊരു അടിസ്ഥാനപരമായ ഉറപ്പ് നമ്മുടെ സഭയിൽ ഡോക്ട്രിനലിയും നമ്മളായിരിക്കുന്ന സമയത്ത് ഉപദേശപരമായിട്ടും ആരാധനയുള്ള ബന്ധത്തിലും വരുത്തിയൊരു മാതൃക കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ തലമുറകളെ നമ്മൾ നേടി. അതിൽ ഒന്നും നമുക്ക് നേടാനില്ല. ഇന്നത്തെ കാലത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാന്
എന്റെ ഇളയവനോട് പറഞ്ഞു, ഇടാ ഡാഡിക്ക് ഇനി ഇത്ര വലിയ വീടൊന്നും വേണ്ട, നീ അങ്ങ് എടുത്തോ. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് വീടൊന്നും വേണ്ട. അപ്പൊ നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ വീട് വേണ്ട, നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ സമ്പത്ത് വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അവർക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കുക. അവർ എവിടെ പോയാലും നിന്നോളൂ. നല്ല ഉറപ്പോടെ നമുക്ക് നിൽക്കാൻ കഴിയും. പ്യൂർ ആയിട്ടുള്ള പത്യോപദേശം പറഞ്ഞു കൊടുക്കുക, അവർ നിൽക്കും. കാരണം അത്രയ്ക്കും കളങ്കിതമായ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഞാൻ സ്കൂളിൽ പഠിച്ചതാണ്, ഞാൻ കോളേജിൽ പഠിച്ചതാണ്. എന്നാൽ ഞാനൊക്കെ ഇമാജിൻ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇന്ന് പിള്ളേരുടെ ഉള്ളിലൂടെ തന്നെ നടക്കുന്നത്, അവരുടെ കയ്യിലൂടെ ഓടുന്നു. സോ അതിന്റെ മധ്യത്തിൽ സുവിശേഷത്തിന്റെ ആ പ്യൂരിറ്റി കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് നമ്മുടെ ശുശ്രൂഷയുടെ വിജയം എന്ന് പറഞ്ഞാൽ. സാൽവേഷൻ ഈസ് ഓഫ് ദ ലോർഡ്. യോനയുടെ പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ എഴുതിയേക്കുക, സാൽവേഷൻ ഈസ് ഓഫ് ദ ലോർഡ്. ഒന്ന് വായിക്കാമോ? ജോന ചാപ്റ്റർ 2 വേഴ്സ് 9. കേട്ടിട്ട് പേടി വരുന്നുണ്ട്. യോന എവിടെയാ? ബാക്കിയാണ് ഒന്നുകൂടെ പറഞ്ഞു. 2:9. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ഇതെപ്പോഴും അദ്ദേഹം പ്രാർത്ഥിച്ചെന്നറിയോ? സുവിശേഷ സന്ദേശത്തുകൊണ്ട് പുള്ളിയെ വിട്ടതാ. അദ്ദേഹം പോകാൻ പറഞ്ഞിടത്തോട്ടല്ല പോയത്, വേറെ ഇടത്തോട്ടാ പോയത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കാൻ കഴിയാതെ ആ മനുഷ്യൻ ആയിപ്പോയി. ദൈവത്തിന്റെ ഒരു സെർവന്റ് ആണ് അദ്ദേഹം. കാരണം അദ്ദേഹം 3-ാം അധ്യായത്തിൽ പറഞ്ഞെന്താ അറിയോ? 4-ാം അധ്യായത്തിൽ പറഞ്ഞത്, അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോ ഞാൻ പറഞ്ഞ വാക്ക് ഇതല്ലയോ, അതുകൊണ്ടായിരുന്നു ഞാൻ തർശീസിലേക്ക് ഓടിപ്പോയത്. എന്തായിരുന്നു? നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുഭവിക്കുന്നവനെന്ന് ഞാൻ അറിയാം, എനിക്കറിയാമല്ലോ തന്നെ. പിന്നെ ഞാൻ വെറുതെ അവിടം വരെ പോകുന്നേ, അതുകൊണ്ടാണ് ഞാൻ തർശീസിലേക്ക് പോയെന്ന് ദൈവത്തോട് പറയും. ശരിയാണ്. ദൈവത്തിന്റെ ഹൃദയം ആർദ്രതയുള്ള, ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എല്ലാവരും ദൈവം രക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എല്ലാവരും ദൈവം രക്ഷിക്കുന്നില്ല. ഒന്ന്, രക്ഷ യഹോവയുടെ പക്കൽ വരുന്നത്. അതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ദൈവത്തെ തിരയുന്നില്ല എന്നുള്ളത്. റോമലേഖനം 3:10 മുതൽ 12 വരെ പ്രധാനപ്പെട്ട വാക്യം. നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കയ്യിരിക്കുന്ന സന്ദേശം പവർഫുൾ ആണെങ്കിലും നമ്മളല്ല അവരെ രക്ഷിക്കുന്നു. വി ആർ നോട്ട് സേവിങ് ദം. രക്ഷ യഹോവയിൽ നിന്നാ വരേണ്ടത്. ബട്ട് വി ആർ ജസ്റ്റ് മെസ്സഞ്ചേഴ്സ്. പക്ഷെ നമ്മുടെ കയ്യിരിക്കുന്ന സന്ദേശം അത് പവർഫുൾ. അതിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഒരു മനുഷ്യന്റെ ഡെസ്റ്റിനിയെ മാറ്റും. എന്റെ ഡെസ്റ്റിനി മാറിയത് അങ്ങനെ. ഞാൻ ക്രിസ്ത്യ ഭവനത്തിൽ ജനിച്ചതുകൊണ്ടല്ല എന്റെ ഡെസ്റ്റിനി മാറി. ഇവിടെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനാണ് ജോൺ പൈപ്പർ. ജോൺ പൈപ്പർ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അറിയാം. ഏറ്റവും പവർഫുൾ ആയിട്ട് പുള്ളി ഒരു കണ്ടിന്യൂഷനിസ്റ്റ് അല്ല, സെസേഷനിസ്റ്റ് അല്ല. എന്നാൽ അദ്ദേഹം ഒരു ബാപ്റ്റിസ്റ്റ് ആണ്. താൻ കണ്ടിന്യൂഷ്യസ്, അതായത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും അതേ നിലയിൽ തുടരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ജോൺ പൈപ്പർ. പക്ഷെ അതിനകത്ത് പ്രശ്നം അറിയാവോ? അദ്ദേഹം പറയുന്ന ഇപ്പൊ ഒരു സെന്റൻസ് പറഞ്ഞാൽ അതിനൊരു ബാക്കപ്പ് ഉണ്ടാവും വചനത്തിന്. വെറുതെ കാര്യങ്ങൾ പറഞ്ഞു പോവുകയല്ല, ഓരോ സെന്റൻസിനും ഒരു റെഫറൻസ് ഉണ്ടാവും വചനത്തിന്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ഒരു നിരീശ്വരവാദിയായി മാറി. ഞാൻ പറഞ്ഞത്, ഈ സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഞാനൊരു വീട്ടിൽ ജനിച്ചത് കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. രക്ഷിച്ചത് ദൈവം നേരിട്ട. നാം ക്രിസ്ത്യാനിയായി ജനിച്ചത് കൊണ്ടോ ഒന്നുമല്ല, പെന്തക്കോസ്ത് ഭവനത്തിൽ ജനിച്ചത് കൊണ്ടല്ല. ഞാനത് പലപ്പോഴും പറയുമ്പോൾ ഒഫൻസീവ് ആകരുത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഞാൻ എന്റെ യൗവനകാലത്ത് മുഴുവനും ദൈവത്തിൽ നിന്ന് അകന്നു നടന്ന വ്യക്തി. പാസ്റ്റർ മകനായിരുന്നു അന്നേരവും. ഞാൻ അന്നേരവും പെന്തക്കോസ്തുകാരനായിരുന്നു. ക്ഷമിക്കണം ഇത് പറയുന്നതിനാ.
കാരണം ഞാൻ അനുഭവത്തിൽ കൂടെയാണ് പറയുന്നത്. രക്ഷ യഹോവെങ്കിൽ നിന്ന് മാത്രം. അതൊരു മതത്തിൽ നിന്ന് കിട്ടത്തില്ല, ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടത്തില്ല, ഒരു ഇസത്തിൽ നിന്ന് കിട്ടത്തില്ല. രക്ഷ യഹോവെങ്കിൽ നിന്ന് മാത്രം. അവൻ എന്നെ നിത്യതയ്ക്കായി കണ്ടിട്ടുള്ളത് കൊണ്ട് സുവിശേഷത്തിന്റെ ശക്തിയാൽ അവൻ എന്നെ പിടിച്ച് എന്നെ രൂപാന്തരപ്പെടുത്തി മുഖാന്തരങ്ങളിലൂടെ വചനത്തിന്റെ ശക്തിയാൽ എന്റെ ഉള്ളിൽ നിറച്ച് ഞാൻ ഒരു പാപിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിതനായി. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നടന്നത് തന്നെ. എല്ലാവരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമല്ല, മുഖാന്തരങ്ങൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ സംഭവിക്കുന്നത്, ദൈവം തന്റെ കരുണയിലും കൃപയിലും ദീർഘക്ഷമയിലും അനർത്ഥത്തെക്കുറിച്ച് അനുഭവിക്കുന്ന ദൈവമായതുകൊണ്ട് ദൈവം നിനവക്കാർക്ക് ഒരു ചാൻസ് കൊടുത്തു. പക്ഷേ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പട്ടണം ഉന്മൂലനാശമാക്കി. ദൈവം തന്നെ, ദൈവം എല്ലാവർക്കും ചാൻസ് കൊടുക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, സാൽവേഷൻ ഈസ് ഓഫ് ദ ലോർഡ്. ആൻഡ് ദൈവത്തിന്റെ കരുണയിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ചോദ്യം ഇതാണ്, ഡസ് ദ ലോർഡ് സേവ് ഓൾ? എല്ലാവരും താൻ സേവ് ചെയ്യുന്നോ? ഇല്ല. പക്ഷെ സേവ് ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹം. എനിക്ക് തോന്നുന്നു ഇന്നലെ കർത്താനദാസൻ പറയുണ്ടായി. അതായത് ഈ വാക്യമാണ്, അതായത് തിമോത്തിയോസിന്റെ 1 ലേഖനം 2:4 വായിച്ചാൽ, ദുഷ്ടന്റെ അല്ല, തിമോത്തിയോസിന്റെ 1 ലേഖനം 2:4. Who desires all men to be saved and to Yeah. come to the knowledge of the truth. ഇതാണ് അവൻ സകല മനുഷ്യനും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അവൻ സകല മനുഷ്യനും രക്ഷ പ്രാപിപ്പാൻ എന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യൻ പോലും നഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നെഴുതി. നമ്മൾ ആദ്യം വായിച്ച ആ വാക്യം വിട്ടുപോകരുത്. സാൽവേഷൻ ഈസ് ഓഫ് ദ ലോർഡ്. രക്ഷ യഹോവയിൽ വരുന്നു. പക്ഷെ അതും അതിന്റെ കോണ്ടെക്സ്റ്റ് കറക്റ്റാ. ആ സുവിശേഷത്തിന്റെ സന്ദേശം യോനയിലൂടെ ആ ജനത്തെ അറിയിച്ചപ്പോ യോന പിന്നെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്ന് പറഞ്ഞ വായിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പറയുന്ന പ്രാർത്ഥനയാണത്. രക്ഷ യഹോവയിൽ നിന്നാണ് വരുന്നത്. സാൽവേഷൻ ഈസ് ഓഫ് ദ ലോർഡ്. തന്റെ ആഗ്രഹം ആരും നഷ്ടപ്പെടരുത്. അത് തന്റെ വില്ലാണ്, തന്റെ ആഗ്രഹമാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ദൈവം എല്ലാവരെയും രക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? ദൈവം എല്ലാവരെയും രക്ഷിക്കുന്നില്ല. അപ്പൊ എന്താണ് അതിന്റെ കാര്യം? ഒരു രക്ഷ, നമ്മുടെ രക്ഷ എങ്ങനെയാ വന്നത്? രക്ഷയ്ക്കായി താമസിക്കുന്നവനെ ഞാൻ അത് രക്ഷിക്കപ്പെടാത്ത ഒരാളെ കുറിച്ചാണോ പറഞ്ഞേക്കുന്നത്, അതോ രക്ഷിക്കപ്പെട്ട ഒരാളെ കുറിച്ചാണോ? അത് നമുക്ക് ചിന്തിക്കണം. ഒരാഗ്രഹമുള്ളവനെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ വാക്യം ഒന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 3:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യന്റെ ആഗ്രഹം എവിടെയാണെന്ന് നോക്കാം. റോമൻ ചാപ്റ്റർ 3. ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അവിടെ പറയണേ, ഒരുത്തൻ പോലും നീതിമാനല്ല. അപ്പൊ എല്ലാവരും ആരാണ്? അതായത് മനുഷ്യവർഗത്തെ കുറിച്ചാണ് പറയുന്നത്, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ചല്ല. രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചാണ് പറയുന്നത്. അവരെല്ലാവരും അനീതിയിലാണ്, നീതിമാന്മാരല്ല. ഇനി അടുത്ത വാക്യം, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. പിന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന ആരും ഇല്ലെന്ന് വചനം പറയുമ്പോ പിന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത് ദൈവത്തെ അവർ അന്വേഷിക്കുന്നു? എല്ലാവരും അവർ രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്? അതാ പറഞ്ഞേ, അനുദിന ജീവിതത്തിൽ നാം രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ രക്ഷയുടെ പൂർത്തീകരണത്തിൽ നമ്മെ കൊണ്ടെത്തിക്കാനാവും വിശ്വസ്തൻ. കാരണം രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യന്, അവന് ദൈവവുമായി യാതൊരു ബന്ധവുമില്ല, അവന് ആ ആഗ്രഹമില്ല എന്ന് ദൈവവചനത്തിൽ എഴുതി വെച്ചേക്കും. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നുമില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും പറയും സീക്കേഴ്സ് എന്നൊരു പേര് നമ്മൾ പറയുന്നുണ്ട്, സീക്കേഴ്സ്. ഇനി അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നിരിക്കട്ടെ, അവന്റെ ഉള്ളിൽ ആ സീക്ക് ചെയ്യാനുള്ള ആഗ്രഹം കൊടുത്തത് ദൈവമാണ്. കാരണം അവൻ ദൈവത്തിന്റെ വിളിയിലുള്ളവൻ, നിർണയത്തിലുള്ളത്. അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം വലുതാ. കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറഞ്ഞ പോലെ
ആരെയാ ദൈവം സീക്ക് ചെയ്യുന്നത്, ആരെയാണ് ദൈവം തിരഞ്ഞെടുത്തത് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ സുവിശേഷ സന്ദേശം ഒരു ഒരു ഗ്രൂപ്പിലും എത്താതെ പോകരുത്, ഒരു മനുഷ്യനും ആമേൻ. എത്താതെ സ്തോത്രം. പോകരുത്. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. സ്തോത്രം. പക്ഷേ നമ്മൾ മുമ്പോട്ട് ചിന്തിച്ചു പോകുമ്പോൾ റോമർ 9 വരുമ്പോൾ നാം ചിലപ്പോൾ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്, ദൈവം എന്താ അങ്ങനെ ചെയ്തേ? യാക്കോബിന്റെയും ഏശാവിന്റെയും ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നാം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അതിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമുക്കത് വെളിപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടു തരത്തിലുള്ള ചിന്തയാണ് ഇതിനകത്തുള്ളത്. ദൈവം എല്ലാവരെയും രക്ഷിക്കുന്നില്ല എങ്കിൽ എന്നുള്ളത് രണ്ട് കാര്യം. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, ആരും ദൈവത്തെ തിരയുന്നില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവൻ ആരുമില്ല, ആരും ദൈവത്തെ തിരയുന്നില്ല. ഇങ്ങനെ ഒരു മനുഷ്യനെ, ഇതാണ് സമൂഹം. നമ്മളും ദൈവത്തെ തിരയുന്നവരായിരുന്നു. ഞാൻ ദൈവത്തെ തിരയുന്നവരല്ലായിരുന്നു. തിരയുന്നവനല്ലാത്ത നിലയിൽ കേട്ട സന്ദേശം എന്റെ ഉള്ളിൽ വിശ്വാസമായി പരിണമിക്കുവാൻ ചത്ത മനസ്സിനുടമയായിരുന്ന എന്നെ വിശ്വാസം ദാനമായി നൽകി തന്ന് ദൈവകൃപയുടെ വക്താവാക്കി തീർത്ത ദൈവം അത് എത്രയോ വലിയവനാണ്. അവൻ എത്രയോ സ്തുതി അർഹിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമുക്ക് ദാനമായി തന്ന രക്ഷ അത് എത്രയോ വലിയതാണെന്ന് ഓർത്ത്, ഏത് ദൈവമാണെന്നറിയാമോ? വിവിധ നിലകളിലുള്ള ദൂതന്മാരെ സൃഷ്ടിച്ച്, പവർഫുൾ ആയിട്ടുള്ള ദൂതന്മാരെ സൃഷ്ടിച്ച്, ഈ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ച്, അതിനെ ഒറ്റവാക്കിനാൽ സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിക്കുന്ന ദൈവമാണ് ഈ ചെറിയ നമ്മെ അവൻ രക്ഷിച്ചത്. ആമേൻ. സ്തോത്രം. അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രവൃത്തി. അതാണ് സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. സകല പ്രവൃത്തികളുമേ, അവന്റെ സകല പ്രവൃത്തികളും നിമിത്തം യഹോവയെ വാഴ്ത്തുവിൻ. ഏറ്റവും വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തെ ദൈവം ചെയ്തത് ദൈവത്തിന്റെ രക്ഷ തന്നെയാണ്. അതുകൊണ്ട് കർത്താവിനെ നമുക്ക് വാഴ്ത്താം, കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അവന്റെ സന്നിധിയിൽ നന്ദിയോടെ ആരാധനയായി നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിതകാലം മുന്നോട്ട് നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിക്ക് നല്ല വചനങ്ങൾക്കായി സ്തോത്രം. പരമാധികാരിയായ ദൈവം അവന് സകലതും കഴിയും. അവന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ല. ദൈവം തന്റെ ഉദ്ദേശപ്രകാരം എല്ലാം ചെയ്യുന്നതോർത്ത് സ്തോത്രം. ഇന്ന് പഠിച്ചത് ദൂതന്മാർ, ദൈവദൂതന്മാർ ദൈവത്തിന്റെ പർപ്പസിനു വേണ്ടി ദൈവം സൃഷ്ടിച്ചവർ. ദൈവത്തിന്റെ സ്തോത്രം. അത് നമ്മുടെ സേവകാത്മാക്കൾ. അവൻ നമുക്ക് വേണ്ടി, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി, നമുക്ക് വേണ്ടി ആ ദൂതന്മാരെ അവൻ സൃഷ്ടിച്ചാക്കിയതുകൊണ്ട് കർത്താവിന്റെ സ്തോത്രം. സറാഫുകള്, കെരൂബുകള്, പ്രധാന ദൂതൻ, സാധാരണ ദൂതൻ, ഇവരെല്ലാം വിഷയങ്ങളെ പറ്റി നാം കേട്ടു. പിന്നെ അവസാനമായി കേട്ടത് രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരും. ദൈവത്തിന്റെ പരമാധികാരവും മനുഷ്യന്റെ രക്ഷയും. സ്തോത്രം. അത് ദൈവത്തിന്റെ പ്ലാനും പർപ്പസും, നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ പ്ലാനും പർപ്പസും പൂർത്തിയാക്കുന്ന മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. അവന്റെ പർപ്പസ് നമ്മൾ പൂർത്തിക്കുക. കർത്താവിന്റെ ഭാഗത്തുള്ളല്ലോ, he will fulfill his purpose that which concerns എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസ് പൂർത്തീകരിക്കുവാൻ അവൻ പരമാധികാരിയായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നിരാധികൾ നല്ല വചനങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം. നാം വെറുതെ എവിടെയോ പൊട്ടിക്കളിച്ച് വന്നതല്ല, ദൈവത്തിന്റെ പർപ്പസ് അനുസരിച്ച് ദൈവം നമ്മെ നേരത്തെ മുന്നമേ കണ്ടിരുന്നു. ദൈവത്തെ അറിയുവാൻ ദൈവം അവകാശമൊരുക്കി. ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ നമുക്ക് കൃപ തന്നു. ഓർത്ത് കർത്താവിന് സ്തോത്രം. അവന്റെ മക്കളാക്കി നിത്യത ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ദൈവം വിളിച്ച് വേദിച്ച ദൈവമക്കളെ ഓർത്ത് കർത്താവിന് സ്തോത്രം. ആ ഭാഗ്യം ദൈവം കൊണ്ടുവന്നല്ലോ. കർത്താവിന് സ്തോത്രം. തിരുനാമത്തിന്റെ മഹത്വം എടുക്കട്ടെ. വചനത്തെ ധ്യാനിച്ച് സഹോദരന്മാരുടെ പ്രാർത്ഥിക്കാമോ?